ഹലോ. ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളായിരുന്നു. പക്ഷെ അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവറൊക്കെ കൊടുക്കാനും കുറച്ച് ലേറ്റായി. അപ്പോൾ അതാണ് അപ്ലോഡ് ചെയ്യാനും വൈകി. എനിക്ക് തോന്നുന്നു ഏകദേശം ഈ മാസം തുടങ്ങുന്ന ആ ഒരു ഫസ്റ്റ് വീക്കിലായിരുന്നു ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത ലോങ് വീഡിയോസിൽ ഈ പൂക്കൾ ഞാൻ പറിച്ചുകൊണ്ട് വന്ന വെള്ളത്തിലിട്ട് വെച്ച് വെക്കുന്നുണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരാഴ്ചയൊക്കെ നിന്നുണ്ടാവും കേട്ടോ വെള്ളത്തിൽ. എന്നിട്ടാണ് കുറേയൊക്കെ വാടിപ്പോയത്. അപ്പോൾ ഞാൻ 2 കുപ്പിയിലാക്കി ഇട്ട് വെച്ചിരുന്നത് ഞാൻ നല്ലത് ഇപ്പോഴും വാടാത്തത് ഞാൻ ഒരു കുപ്പിയിലേക്ക് മാത്രമാക്കിയിട്ട് ഇട്ട് വെച്ചു. ഇടയ്ക്ക് ഞാൻ വെള്ളമൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ലാണ്ട് വേറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ കുറേ നാൾ നിന്നു. പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കി. പിന്നെ ഡെസ്ക് ആണെങ്കിലും കുറച്ച് അലങ്കോലമായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു ഡെയിലി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്തിരുന്ന സ്കെച്ച് പെൻസാണ്. അതിങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് അത് തിരിച്ച് കറക്റ്റ് വയ്ക്കാണ്ട് അതങ്ങനെ വെച്ചേക്കണമായിരുന്നു. അപ്പം അതൊക്കെ കറക്റ്റ് ഇങ്ങനെ ഷെയ്ഡ് അനുസരിച്ച് തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഇങ്ങനെ ജേണലിങ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ജങ്ക് ജേണലിങ്. അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഡെസ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ക്ലീൻ ചെയ്യണ സ്ഥിതിക്ക് ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. ഇവിടെ ആണെങ്കിൽ ഇപ്പം നമുക്ക് വേണ്ടാത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ കളയില്ല ആരും. അത് ഇങ്ങനെ ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് എടുക്കാം. അപ്പം അങ്ങനെ എനിക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയതാണ്. ഈ ഒരു ക്രോഷേ ചെയ്താണെന്ന് തോന്നുന്നു, ഈ മൂങ്ങയുടെ ഏറതും. അത് ഫോൺ കേസാണ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ്, ഇത് കുറച്ചുണ്ട്. പക്ഷേ ഇതെനിക്ക് 2 സ്ഥലത്തു നിന്നായിട്ട് കിട്ടിയതാണ്. അപ്പം അതിലൊക്കെ എന്തെങ്കിലും വരച്ചിട്ടോ ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഫ്രെയിം ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത്. ടേബിൾ ഞാൻ ജസ്റ്റ് വെള്ളമൊന്ന് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് അത് ടിഷ്യൂ വെച്ച് തുടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജനൽ തുറന്നിടുന്നത് കുറച്ചധികം നേരം തുറന്നിടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ ഇച്ചിരി പൊടിയൊക്കെ കയറുന്നുണ്ട്, പെട്ടെന്ന് പൊടി വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ജസ്റ്റ് വെള്ളം വെച്ചുകൊണ്ട് എന്തായാലും വൃത്തിയാക്കിയതല്ലേ, അപ്പോൾ വെള്ളം കൂടി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്തു. ടേബിളിൽ മാത്രമല്ല കേട്ടോ, വിൻഡോ സൈഡിലാണെങ്കിലും അവിടെയും ഇരിക്കാനുള്ള സ്പേസ് ഇല്ല, അവിടെയും ഞാൻ വെള്ളം വെച്ചിട്ട് തന്നെ തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഫോട്ടോ ഫ്രെയിംസ് മാത്രമല്ല കേട്ടോ, ഒരു ദിവസം എനിക്ക് ഇപ്പം ഞാൻ കയ്യിലെടുക്കുന്ന ഈ ചെടിയും ഗിവ് അവേ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ കിട്ടുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പമുണ്ടായില്ല, ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉഷാറായിട്ട് തന്നെ വന്നു. അപ്പോൾ ഇതിനൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് എന്തെങ്കിലും വടിയോ അല്ലെങ്കിൽ വയറോ ഒന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ ഞാനതൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വള്ളി വെച്ചിട്ട് കെട്ടിയിട്ട് ആ വള്ളി ഞാൻ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. ഇതിലൊക്കെ ആണെങ്കിലും വെള്ളം തീരാറായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നിറച്ചു. പിന്നെ അതേപോലെ ഞാൻ കാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടുവന്ന ചെടിയാണ് കേട്ടത്. ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ജങ്ക് ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഇതൊരു പാക്കറ്റാണ്, റാപ്പിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ അതിലുള്ള എനിക്കിങ്ങനെ ജേർണലിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡിൽ മൊത്തം ഞാൻ ഇപ്പോൾ ജങ്ക് ജേർണലിങ് ആണ് കാണാറ്. അപ്പോൾ അത് കാരണം ഇതിലെ പടങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാക്കറ്റാണ്. എനിക്ക് പണ്ട് മുതലേ ഉള്ള സ്വഭാവമാണ് ഇങ്ങനെ ചോക്ലേറ്റ് പാക്കറ്റ്സും അതൊക്കെ എടുത്ത് വയ്ക്കാൻ, ഒന്നും കളയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ടൊന്നും ചെയ്യേയില്ല, കളയേയില്ല, അങ്ങനെയായിരുന്നു. പക്ഷേ ഇങ്ങനെ ജേർണലിങ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഐഡിയ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വെറുതെ വേസ്റ്റ് ചെയ്ത് കളയേണ്ട ഒരു പാക്കറ്റ് ഇതേപോലെ അങ്ങനെ അത്ര വലിയ പ്രത്യേകതകളൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു അത്യാവശ്യം നല്ലൊരു ഭംഗിയിലുള്ളൊരു ജേർണലിങ് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പിന്നെ അങ്ങനെ വലിയ എഫേർട്ടൊന്നും ഇല്ലല്ലോ, വെറുതെ ഇതിൽ പാക്കറ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെട്ടിയെടുക്കാം, ജസ്റ്റ് പശ വെച്ച് ഒട്ടിച്ച്. ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നോക്കുന്നുണ്ട് കേട്ടോ ഏതാണ് ഭംഗി എന്നൊക്കെ. എന്നിട്ടാണ് ഒട്ടിച്ച് കൊടുത്തത്. അങ്ങനെ ജസ്റ്റ് ഒട്ടിച്ചു. പിന്നെ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസിൽ ജസ്റ്റ് കുറച്ച് വരകളും പിന്നെ കുറച്ച് ഗ്രെയിൻസിൻ്റെ പടങ്ങളും കുറച്ച് ലവ് ചിഹ്നം അങ്ങനെയൊക്കെ കുറച്ച് വരച്ചു. പിന്നെ ഒരു യെല്ലോ കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ ജേർണലിൽ ഞാൻ
അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.